ഹലോ ഗായ്സ്, അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ന്യൂ ഇയർ ഒക്കെ ആവുമല്ലേ, അപ്പം ഞാൻ അടിപൊളി ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പം മാർബിൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ പോണത്. അപ്പം അതിനുള്ള സാധനങ്ങളായിട്ട് മൈദയും ഞാൻ ബേക്കിംഗ് പൗഡറും കൂടെ ഒന്ന് അരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 4 മുട്ട, പിന്നെ എസൻസ്, പഞ്ചസാര, കൊക്കോ പൗഡർ, പിന്നെ ബട്ടറായിട്ട് എടുത്തേക്കുന്നതിനകത്ത്. ഇതിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കാം. ഞാൻ ബട്ടറായിട്ട് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കി ഏത് ഓയിലും എടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഈ വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഈ വിസ്കിലാട്ടോ എൻ്റെ മെയിൻ പണി. അപ്പം ഞാൻ മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചൊരു ഉപ്പും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കും അതിലേക്കൊരു അടപ്പ് വാനില എസൻസ് ഒഴിക്കുക. ബീറ്റർ ഉണ്ടെങ്കിൽ നല്ലതായിട്ട് എളുപ്പമുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ നമ്മൾ ഈ തൈരൊക്കെ കടയല്ലേ, അതുപോലെ കുറച്ച് നേരം ഒന്ന് ചെയ്ത് നോക്കി. പക്ഷേ അതെനിക്ക് നന്നായിട്ട് കൈക്ക് വേദന എടുത്തു കേട്ടോ. പിന്നെ 2 പ്രാവശ്യം ഞാൻ മാർബിൾ കേക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ പാളിപ്പോയി. അപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായിട്ടിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ ഇട്ടിട്ട് 2 പ്രാവശ്യമായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ താന്നു പോവില്ല എന്നൊരു ഡൗട്ടുണ്ട്. കാരണം എനിക്ക് ഒരു പ്രാവശ്യം അങ്ങനെ ഒരു പണി കിട്ടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഓയിൽ ഒഴിച്ചിട്ട് ഒത്തിരി നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ, അപ്പോൾ താന്നു പോകും. അപ്പോൾ ഇത് നമ്മൾ മുട്ടയുടെ ബാറ്റർ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 പ്രാവശ്യമായിട്ട് നമ്മുടെ മൈദയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നില്ല. ബേക്കിംഗ് സോഡ ഇല്ലാതെയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. ബേക്കിംഗ് സോഡ ഇട്ടിട്ടും നമുക്ക് ഉണ്ടാക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇല്ലാതെയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് പയ്യെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് നമ്മൾ നല്ല ബലത്തിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ബാറ്റർ താന്നു പോകും. പിന്നെ കേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പൊങ്ങി വരില്ല കേട്ടോ, ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ വീട്ടിൽ പെട്ടെന്ന് നമുക്ക് കേക്കൊക്കെ തിന്നാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് ചെയ്ത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വിസ്ക് വെച്ചിട്ട് ചെയ്യുന്നെങ്കിൽ ഇച്ചിരി കൂടെ എളുപ്പമുണ്ട്, കാരണം പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതാക്കി കൊക്കോ പൗഡർ ഞാൻ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൈദയുടെ മിക്സ് കുറച്ച് എടുത്ത് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കേണ്ടത്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മാർബിൾ കേക്ക് ആയതുകൊണ്ട് 2 ബാച്ചായിട്ടല്ലേ ചെയ്യുന്നത്, അപ്പോൾ അതിനായിട്ട് മാറ്റി വെച്ചത്. ഇതാണ് ഓവൻ സെറ്റപ്പിലാണ്, ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഓവൻ സെറ്റപ്പ് പോലെ തന്നെയാണ്. അപ്പോൾ എന്താ ഈ ഒരു പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതിപ്പം വീട്ടിൽ ഉപയോഗിക്കുന്നതിൻ്റെ പാത്രം കേട്ടോ. അതിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഓയിലേക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൈദയുടെ മിക്സ് കുറച്ചൊന്ന് എടുത്ത് പാത്രത്തിലേക്ക് ഒഴിക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ കൊക്കോയുടെ ആ ഒരു മിക്സില്ലേ, അതും കൂടെ ചേർത്ത് 2 പ്രാവശ്യമായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലെയറൊന്ന് സെറ്റായിട്ട് വരും. അപ്പം ഞാനിത് 2 പ്രാവശ്യം ചെയ്തപ്പോഴും പാളിപ്പോയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര കട്ടിയായിപ്പോയി. അതെന്തോ ഒരു കൂടിപ്പോയതിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. ഞാൻ നന്നായിട്ട് ഇളക്കിയതിൻ്റെ കൊണ്ടാണെന്ന് തോന്നുന്നു അന്ന് എനിക്ക് അങ്ങനെ വന്നു കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ആവരുതെന്ന് എനിക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലാം പയ്യെ ശ്രദ്ധിച്ചാട്ടോ ചെയ്തതൊക്കെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കൊക്കോയുടെ മിക്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാനൊക്കെ യൂട്യൂബിൽ നോക്കിയാട്ടോ പഠിക്കുന്നത്. എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ, കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ വലിയൊരു ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കിയാണല്ലോ ഒരു എന്താണ് എക്സ്പെർട്ട് ആവുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഇടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ എല്ലാം ഒന്ന് ഒഴിച്ച ശേഷം നമ്മളിത് പപ്പടം കുത്തിയാട്ടോ. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊന്ന് എന്താ പറയുക, ഒരു ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി നേരം ഇട്ട് ഇളക്കല്ല, അപ്പോൾ അത് തണുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് എയർ ബബിൾസ് പോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്ക്വയർ ടൈപ്പുള്ള ടിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പിലൊക്കെ ഇട്ട് കിട്ടും. അപ്പം നമ്മൾ വീട്ടിലിങ്ങനെ ഉള്ളത് വെച്ചുണ്ടാക്കുമ്പം നമുക്കിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഇനി എയർ ബബിൾസ് പോകാനായിട്ടൊന്ന് 2-3 പ്രാവശ്യമായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 40 മിനിറ്റ് എടുത്തു കേട്ടോ എൻ്റെ കേക്കൊന്നായി വരാനായിട്ട്. ഞാൻ എന്താ പറയുക, ഇത് സക്സസ് ആവില്ലെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ശരിയായി വന്നു കേട്ടോ. ഒരുപാടൊന്നും പൊങ്ങിയിട്ടില്ല, അത്യാവശ്യം പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. എഗ്ഗിൻ്റെ ആ സ്മെല്ലൊന്നും ഒരുപാടൊന്നും ഇല്ല, ഒരു രുചി ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ എസൻസൊക്കെ ചേർക്കാം കേട്ടോ. പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല. ഞാൻ കുറേ വീഡിയോസ് കണ്ടായിരുന്നു ഇങ്ങനെ പൈനാപ്പിൾ എസൻസും വാനില എസൻസും കൂടെ ഒരുമിച്ച് ചേർക്കാൻ നല്ലതാണെന്ന് കേട്ടോ. പിന്നെ അത് ചൂടൊക്കെ ആറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ.
ആ പടിയിൽ ഒരു കൊക്കോ പൗഡർ മിക്സ് കൂടുതലായിട്ട് ഇട്ടത് കൊണ്ടാണ് കേട്ടോ ആ ഒരു കൂടുതലായിട്ട് കാണുന്നത് അവിടെ. എന്നാലും എല്ലാം പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ അങ്ങനെ കുറേ വീഡിയോസും ഇതൊക്കെ എടുത്തു കേട്ടോ. എനിക്കിങ്ങനെ കേക്ക് പുറത്തേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ നടക്കുമോയെന്നറിയില്ല. പിന്നെ പയ്യെ പയ്യെ ഓരോന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ക്രീം വെച്ചിട്ടുള്ള കേക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ ചാനലിൽ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ടിന്നിലേക്ക് ആക്കി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പൊങ്ങി കിട്ടിയായിരുന്നു കേട്ടോ. ഇതിപ്പം ആ ഒരു പാത്രത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. അപ്പോൾ എല്ലാം നല്ല സോഫ്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.